കിഫ്ബി രജത ജൂബിലിയുടെ നിറവിൽ 25ാം വാർഷിക പരിപാടി നവംബർ 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 1190 പദ്ധതികളിലായി 90,562 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുള്ളത്. 1999 നവംബർ 11-നാണ് കിഫ്ബി നിലവിൽ വന്നത്. 2016-ലെ നിയമഭേദഗതിയിലൂടെ LDF സർക്കാർ കിഫ്ബിയെ കൂടുതൽ ശാക്തീകരിച്ചു. 2016-17-ലെ പുതുക്കിയ ബജറ്റ് പ്രകാരം 50,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. നിലവിൽ 1190 പദ്ധതികളിലായി 90,562 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കിഫ്ബി യാത്ര തുടരുകയാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസന മേഖലകളായ പൊതുമരാമത്ത്, ആരോഗ്യം, വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ, വ്യവസായം, ഗതാഗതം തുടങ്ങി എല്ലാ മേഖലകളിലും കിഫ്ബിയുടേതായ ഒരു കയ്യൊപ്പുണ്ട്. കിഫ്ബി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിലുള്ള അംഗീകാരം ഇപ്പോഴുണ്ട്. കൃത്യമായ പ്ലാൻ പ്രകാരമാണ് ലോണെടുത്ത് കിഫ്ബി മുന്നോട്ടു പോകുന്നത്. കൃത്യമായി തിരിച്ചടവ് നടത്തിയാണ് മുന്നോട്ടു പോകുന്നതെന്നും തിരിച്ചടവിൽ ആർക്കും ആശങ്ക വേണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. പിന്നെ ഇതിൻ്റെ റവന്യൂ സോഴ്സസ് ഉണ്ടാക്കുന്ന കുറച്ച് പുതിയ സ്കീംസ് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന കിഫ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റവന്യൂ ഉണ്ടാവുന്ന തരത്തിലേക്കുള്ള സ്കീമുകളോട് ചേർത്ത് തന്നെയാണ്. ഇനി കുറച്ചുകൂടെ അതിന് റവന്യൂ ഉണ്ടാവുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ടുള്ള പദ്ധതിയിൽ ഉണ്ടാവുക. കിഫ്ബി റോഡുകളിൽ ടോൾ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടില്ല. ദേശീയപാത പോലെ ടോൾ പിരിവിൽ ആലോചന ഇല്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി. നവംബർ 4-ന് വൈകുന്നേരം 6 മണിക്കാണ് രജത ജൂബിലി ആഘോഷ പരിപാടികൾ മുഖ്യമന്ത്രി നിശാഗന്ധിയിൽ ഉദ്ഘാടനം ചെയ്യുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.